ക്ലാസി അമ്മി കുക്കിംഗ്. ഇതൊരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ്. ചിക്കൻ ചുക്ക അല്ലെങ്കിൽ ഒനിയൻ ചിക്കൻ എന്നൊക്കെ പറയാം. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് എണ്ണയിൽ നല്ല ഡ്രൈ ഫ്രൈ ആയിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് റെഡിയാക്കാവുന്ന ഒരു ടേസ്റ്റി റെസിപ്പിയാണ്. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് വേവിച്ച ചോറ് മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു കിഴി റൈസും നമ്മൾ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ചിക്കനിലേക്കുള്ള മസാല നോക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, സാദാ മുളക് പൊടി, 2 സവാള കനം കുറഞ്ഞ് അരിഞ്ഞതിന് ശേഷം നെയ്യിലോ എണ്ണയിലോ ഒന്ന് വറുത്തെടുക്കണം. പെരിഞ്ജീരകം, ബേ ലീഫ് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും തുല്യ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു നല്ല ഫൈൻ പേസ്റ്റ് ആക്കി മാറ്റി വെക്കണം. 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ പൗഡേഴ്സ് എല്ലാം ചേർത്ത് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെയ്ത് മാരിനേറ്റ് ചെയ്താണ് നമ്മളിത് റെഡിയാക്കുന്നത്. അപ്പോൾ ആദ്യം ഒനിയൻ ചിക്കനിലേക്കുള്ള ഒനിയൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ പാന് ചൂടാക്കി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇല്ലെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. ഏത് ഓയിലാണെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ നെയ്യിൽ വറുത്തെടുക്കുന്ന സവാളയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്, അതുകൊണ്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതുപോലെ നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇനി ചിക്കനിലേക്ക് എല്ലാ പൗഡേഴ്സും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പുകൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പെരിഞ്ജീരകത്തിൻ്റെയും ബേ ലീഫിൻ്റെയും പൗഡറാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കുറച്ചാണ് ചേർക്കുന്നുള്ളൂ, ബാക്കി നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ വറുത്ത് വെച്ചിരിക്കുന്ന ഒനിയനിലും കുറച്ചാണ് ഇപ്പോൾ ചേർക്കുന്നുള്ളൂ, ബാക്കി നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായി പ്രസ് ചെയ്ത് ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആകുന്ന പോലെ പ്രസ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഒരു 30 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പോൾ പാന് ചൂടാക്കി എണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തെടുത്ത് ഉടനെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ പീസിലും നന്നായിട്ട് എണ്ണ മിക്സ് ആകുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഈ എണ്ണയിൽ ചിക്കൻ ഒന്ന് ചൂടായി വന്ന് അതിൻ്റെ കളറൊന്ന് മാറാൻ തുടങ്ങുമ്പോൾ നമ്മൾ പൊടിച്ചു വച്ചിരുന്ന പെരിഞ്ജീരകത്തിൻ്റെയും ബേ ലീഫിൻ്റെയും ആ മിക്സ് നമ്മൾ ചേർത്ത് കൊടുക്കണം. അങ്ങനെ എണ്ണയിൽ ചൂടായിരിക്കുന്ന ചിക്കനിലേക്ക് ഈ പെരിഞ്ജീരകത്തിൻ്റെയും ബേ ലീഫിൻ്റെയും മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ ചിക്കന് നല്ലൊരു അരോമയാണ് കിട്ടുന്നത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ മൂടി വെച്ച് വേവിച്ചെടുക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ ചിക്കൻ വേവ് റെഡി ആയിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഒരു ചിക്കൻ പീസ് ഒന്ന് അടർത്തി നോക്കിയാൽ മതി. അപ്പോൾ അത് അടർന്ന് വരുന്നുണ്ടെങ്കിൽ ചിക്കൻ വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ചിക്കൻ അടർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്, പക്ഷെ ഒന്നുകൂടി ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഈ സമയത്ത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ 2-3 ഇതിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും സവാളയും ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടാം. ഇനി മൂടി വെക്കണ്ട, തുറന്ന് വെച്ച് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നെയ്യിൽ വറുത്ത് വെച്ച ഈ സവാള ചേർക്കുമ്പോൾ തന്നെ ചിക്കന് നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇനി ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണം. അപ്പോൾ കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് റെഡിയാക്കാം. കാരണം മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സമയത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്ത് കുക്ക് ചെയ്യുന്ന ആവശ്യമുള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ റെഡിയാക്കി എടുക്കാവുന്ന ഈസി റെസിപ്പിയാണ്.
അതുപോലെ തന്നെ ഇതൊരു സൈഡ് ഡിഷായിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ കിഴി റൈസിലേക്ക് ഇതൊരു സൂപ്പർ കോമ്പിനേഷനാണ്. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ നുള്ളി എടുത്താലും കഴിക്കാവുന്ന പോലെ അത്ര സോഫ്റ്റ് ആയിട്ടാണ് ചിക്കനും. ഇനി ഇത് ചേർത്തുള്ള കിഴി റൈസ് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിലേക്ക് വേവിച്ച റൈസും ഒരു വാഴയിലയാണ് വേണ്ടത്. ഞാനിവിടെ കീമ റൈസാണ് എടുത്തിട്ടുള്ളത്. ഏത് അരി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇല ഒന്ന് ദോശക്കല്ലിൽ വെച്ച് 2 സൈഡും ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നെയ്യ് പുരട്ടി കൊടുക്കാം. പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഞാൻ കീമ റൈസ് അല്പം ഉപ്പ് ചേർത്തൊന്ന് വേവിച്ചെടുത്തതാണ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മട്ട റൈസോ അല്ലെങ്കിൽ പൊന്നി അരിയോ ഒക്കെ ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ കീമ റൈസിലാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയത്. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന സവാള ബാക്കിയുള്ളത് ചേർക്കാം. ഇനി നമ്മളുടെ റെഡി ആയിരിക്കുന്ന ചിക്കനും ചേർത്ത് ഇതൊരു കിഴി പോലെ ഒന്ന് കെട്ടി റെഡിയാക്കണം. അപ്പോൾ ഈ ഇലയുടെ ഒരു ചെറിയ പീസ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇല ചൂടാക്കാൻ വേണ്ടി യൂസ് ചെയ്ത ദോശക്കല്ല് ഇപ്പോൾ ചൂടായിരിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി പാനിലേക്ക് അല്പം എണ്ണ തൂവി കൊടുക്കാം. അതിൻ്റെ മുകളിൽ കിഴി വെച്ച് ഒരു 2 മിനിറ്റ് തുറന്ന് വെച്ച് ചൂടാക്കിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതിനുശേഷം മൂടി വെച്ച് സിം ഫ്ലെയിമിൽ ഒരു 5 to 7 മിനിറ്റ്സ് കുക്ക് ചെയ്യണം. ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇലയുടെ കളറൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം ചൂടൊന്ന് കുറയുമ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മളുടെ കിഴി റൈസ്. സാധാരണ ചെയ്യുന്ന ഡിഷിനേക്കാളും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ്. കുട്ടികൾക്കൊക്കെ നല്ലൊരു സർപ്രൈസ് ആയിരിക്കും. അതുപോലെ മുതിർന്നവർക്കാണെങ്കിൽ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് ഇങ്ങനെ ഇലയിലൊക്കെ റെഡിയാക്കി എടുക്കുന്ന ഡിഷ്. ഇപ്പോൾ നമ്മൾ തുറന്നു വെച്ച് കഴിക്കാൻ നേരം ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ഒനിയൻ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനിലേക്കാണ് നമ്മൾ ചോറ് മിക്സ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ബിരിയാണി ചെമ്പൊക്കെ തുറന്ന പോലത്തെ ഒരു സ്മെല്ലാണ്. അപ്പോൾ വേവിച്ച ഏത് ചോറ് വേണമെങ്കിലും നമുക്കിതിലേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഉപ്പിട്ട് വേവിച്ച ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. നല്ല സിമ്പിളായിട്ട് വേവിച്ച ചോറുണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.